Good morning, my dear students. My previous class, we already discussed the theoretical part of the chapter Organization of the Data. Today, we are going to discuss about some problem part or the practical exams related to that chapter. You can see that one of the problem here, the marks of 20 students in economics. ഇതിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഒരു ഫ്രീക്വൻസി ടേബിൾ എങ്ങനെ നിർമ്മിക്കാം എന്ന് നോക്കാം. ഒരു ഫ്രീക്വൻസി ടേബിൾ നമ്മൾ ആദ്യമായിട്ട് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം അതിൻ്റെ ഒരു എത്ര ക്ലാസ് വേണം, അതേപോലെ തന്നെ ക്ലാസ് ഇൻ്റർവെല് എത്രയായിരിക്കണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം എത്ര ക്ലാസ് വേണം എന്നുള്ളത് തീരുമാനിക്കാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന ഈ മാർക്സിനെ അടിസ്ഥാനമാക്കിയിട്ട് ക്ലാസ് ഇൻ്റർവെൽ എത്രയാണ്, അതേപോലെ തന്നെ നമ്മൾ എത്ര ക്ലാസ് വേണം എന്നുള്ളത് തീരുമാനിക്കണം. അതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ റേഞ്ച് നമ്മൾ കണ്ടെത്തണം. റേഞ്ച് എന്ന് പറയുന്നത്, റേഞ്ച് കണ്ടെത്താനുള്ള ഇക്വേഷൻസ് ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. തന്നിരിക്കുന്ന നമ്പേഴ്സ്, ഇവിടെ നമ്പേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് ദ മാർക്സ് ഓഫ് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ ഓരോ കുട്ടികൾക്കും കിട്ടിയ 20 കുട്ടികൾക്ക് നേടിയ മാർക്കുകളാണ്. അപ്പോൾ ആ മാർക്കുകളിൽ 42, 27, 33 എന്നൊക്കെ ഇങ്ങനെ മാർക്കുകളുണ്ട്. തന്നിരിക്കുന്ന മാർക്കുകളിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹയസ്റ്റ് മാർക്ക് എത്രയെന്ന് നോക്കാം. ഹയസ്റ്റ് മാർക്ക് ഇവിടെ എത്രയാണ്? 46 ആണ്. ദെൻ മൈനസ് ദെൻ ലോവസ്റ്റ് മാർക്ക് എത്രയെന്ന് നോക്കാം. തന്നിരിക്കുന്നതിൽ ലോവസ്റ്റ് മാർക്ക് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കണ്ടെത്താം. എത്രയാണ്? I think that 8 is the lowest mark. അപ്പോൾ 46 മൈനസ് 8 എത്ര കിട്ടുന്നത്? 38 കിട്ടി. അപ്പോൾ റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര ക്ലാസ് വേണം, ക്ലാസ്സുകൾ എത്രയാണെന്ന് കണ്ടെത്താൻ, നമ്പർ ഓഫ് ക്ലാസ്സസ് കണ്ടെത്താൻ നമ്പർ ഓഫ് ക്ലാസ് എത്ര എന്ന് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ റേഞ്ച് എത്രയാണോ നമ്മുടെ റേഞ്ച് ഡിവൈഡഡ് ബൈ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ് ഇൻ്റർവെൽ. അപ്പോൾ ഈ ക്ലാസ് റേഞ്ചിനെ ക്ലാസ് ഇൻ്റർവെൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ക്ലാസ് കിട്ടും എന്നുള്ളത് ഞാൻ ഓൾറെഡി ഇവിടെ ക്ലാസ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ റേഞ്ച് എത്രയാണ്? 38ഉം ക്ലാസ് ഇൻ്റർവെല്ലിന് നമ്മൾ 10 വെച്ചെടുക്കുകയാണെങ്കിൽ, ക്ലാസ് ഇൻ്റർവെല്ലിൽ 10 വെച്ചെടുക്കുകയാണെങ്കിൽ എത്ര വരുന്നു? 3.8, ഏകദേശം 4 ക്ലാസ്, 4 അല്ലെങ്കിൽ 4ൻ്റെ മുകളിൽ വരും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിർമ്മിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ക്ലാസ്സസ് അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവെല്ലും നമ്പർ ഓഫ് ക്ലാസ്സസും കണ്ടെത്തലാണ് ആദ്യത്തെ ഡ്യൂട്ടി. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. എങ്ങനെയാണ് ചെയ്തത്? തന്നിരിക്കുന്ന മാർക്കുകളിൽ നിന്ന് ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ കണക്കാക്കി അതിൻ്റെ റേഞ്ച് കണ്ടെത്തി, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് വാല്യൂ ആൻഡ് ലോവസ്റ്റ് വാല്യൂ വി ഗെറ്റ് ദ റേഞ്ച്. ദെൻ വാണ്ട് ടു ഫൈൻഡ് ഔട്ട് എത്ര ക്ലാസ്സസ് ആണെന്ന് കണ്ടെത്തണം. അപ്പോൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് ക്ലാസ്സസ് ഈസ് ഈക്വൽ ടു റേഞ്ച് ഡിവൈഡഡ് ബൈ ക്ലാസ് ഇൻ്റർവെൽ. അപ്പോൾ ഇതിനൊരു റൂൾ ഉണ്ട്. മിനിമം ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണെങ്കിൽ മിനിമം ഒരു 5 ക്ലാസ് എങ്കിലും വേണം. മാക്സിമം ലെവൽ എത്രയാണ്? 25ൻ്റെ അപ്പുറം പോകാനും പാടില്ല. അപ്പോൾ ഈ റൂളിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ എടുക്കാൻ. ക്ലാസ് ഇൻ്റർവെൽ ഇവിടെ തന്നിരിക്കുന്ന കണക്ക് പ്രകാരം
5 എടുത്താലും അതേപോലെ തന്നെ 10 എടുത്താലും വലിയ പ്രോബ്ലം ഒന്നും വരില്ല. 10 എടുത്താൽ 3.8 എന്ന് ഉദ്ദേശിച്ചത് 4 ക്ലാസ്സസ് അതിൻ്റെ അടുത്ത് നമുക്ക് എഴുതി വരുമ്പോൾ 5 ക്ലാസ്സസ് എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിവിടെ ടാലി മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ടാലി മാർക്ക് ചെയ്യാം. സോ പ്ലീസ് ലിസൺ. ഹിയർ ദ മാർക്ക് 20 സ്റ്റുഡൻസിൻ്റെ മാർക്കിൽ ഫസ്റ്റ് മാർക്ക് 42. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിർമ്മിക്കുമ്പോൾ 2 രീതിയിലുണ്ട്. എക്സ്ക്ലൂസീവിൽ നിർമ്മിക്കാം, ഇൻക്ലൂസീവിൽ നിർമ്മിക്കാം. നമ്മൾ അതിൻ്റെ തിയററ്റിക്കൽ പാർട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് സീരീസിൻ്റെ പ്രത്യേകത എന്താ? ഇൻ എക്സ്ക്ലൂസീവ് സീരീസ് ദ upper limit of the class repeated to the lower limit of the next class. ഇവിടെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്ന 10 എന്ന് പറയുന്ന നമ്പർ നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അങ്ങനെ ആകുമ്പോൾ 10 എന്ന് പറയുന്ന നമ്പർ ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, എക്സ്ക്ലൂഡ് ചെയ്യാണ്. ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ഈ ക്ലാസ്സിലായിരിക്കും 10 to 20 എന്ന് പറയുന്ന ക്ലാസ്സിലായിരിക്കും അതിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന മാർക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് എക്സ്ക്ലൂസീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിർമ്മിക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ ക്ലാസ്സുകൾ എഴുതി ഞാൻ ക്ലാസ്സിൻ്റെ ഇൻ്റർവെല്ലിൽ 10 വെച്ചിട്ടാണ് 10 വെച്ചെടുത്തുകൊണ്ട് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50 എന്നുള്ള രീതിയിൽ എഴുതി. ഇനി നമുക്ക് ടാലി മാർക്ക് ചെയ്യാൻ പോവാണ്. ടാലി മാർക്ക് എന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും ആദ്യം 42 അല്ലേ, 42 എന്ന് പറയുന്നത് 42 ഇതിൽ വരുന്നു, 40 to 50 എന്നുള്ളതിൽ വരുന്നു. അപ്പോൾ നമ്മൾ ടാലി മാർക്ക് ഇങ്ങനെ ഒരു വര വരയ്ക്കാം. ദെൻ നെക്സ്റ്റ് നമ്പർ 27 comes between the class 20 to 30. Then the next one 33 comes between the class 30 to 40. Then the next one 18 ഇതിൽ വരുന്നു. Then 34 then 30 ഇതിൽ എഴുതാൻ പാടുണ്ടോ? ഇതിൽ എഴുതാൻ പാടില്ല അല്ലേ, ഇതിലാണ് ഉൾക്കൊള്ളിക്കുക. അപ്പോൾ 30 ഇതിൽ ഉൾക്കൊള്ളിക്കുന്നു. Then 46 ഇതിൽ ഉൾക്കൊള്ളിക്കുന്നു. Then the 41 ഇതിൽ വരുന്നു. Then 11, 28, 35, then 15, then 40 ഇതിലാണോ വരിക? ഇതിലാണ് അല്ലേ, ഇതിലാണ് ഉൾക്കൊള്ളിക്കുക. അപ്പോൾ 40, then 14, 9, then 10 ഇതിലാണോ? ഇതിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ 4 കഴിഞ്ഞാൽ 5th one ഒന്ന് ഇങ്ങനെ ചരിച്ച് കൊടുക്കുക. Then 34, then 41, 8, then 24 ഇതിൽ വരുന്നു. അപ്പോൾ നമ്മൾ ടാലി മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ടാലി മാർക്ക് അല്ലേ എത്രയാണ് വന്നതെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ഫ്രീക്വൻസി എഴുതാം. ടാലി മാർക്ക് ഇവിടെ 2, then here 5, 3, then 5, then 5. ടോട്ടൽ എത്രയും വന്നാണ് നോക്കുക. ടോട്ടൽ 2 + 5 7 + 3 10 + 10 that is equal to 20. അപ്പോൾ ഇങ്ങനെയാണ് എക്സ്ക്ലൂസീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിർമ്മിക്കാം. നമുക്ക് ഇതേപോലെ തന്നെ ഇൻക്ലൂസീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളും എങ്ങനെ നിർമ്മിക്കാം നോക്കാം. ഇൻക്ലൂസീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എങ്ങനെ വരുന്നു? ക്ലാസ് എങ്ങനെ വരുന്നു? 0 to 9, 10 to 19. എന്താ പ്രത്യേകത? upper limit of the first class not repeated in the lower limit of the next class.
റിപ്പീറ്റ് ചെയ്തില്ല. ഇതിൽ ഒക്കെ 9 എന്ന് പറയുന്ന നമ്പർ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നു, ഇൻക്ലൂസീവ് ആണ്. 10 to 19 19 എന്ന് പറയുന്ന നമ്പർ എടുക്കുകയാണെങ്കിൽ 19 എന്ന് പറയുന്ന നമ്പർ ഏത് ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് ആണ്? 10 to 19 എന്ന് പറയുന്ന ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇവിടെ ഇൻക്ലൂസീവ് സീരീസിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. അപ്പർ ലിമിറ്റ് ഫസ്റ്റ് ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് നെക്സ്റ്റ് ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല എന്നതാണ് ഇൻക്ലൂസീവ് സീരീസിന്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ടാലി മാർക്ക് ചെയ്തു. ടാലി മാർക്ക് ചെയ്യുമ്പോൾ നേരത്തെ തന്നിരിക്കുന്ന നമ്പേഴ്സ് അല്ലേ, ആ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ടാലി മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ 2, ഇവിടെ 5, 3, 5, 5 ഇതേപോലെ തന്നെ കിട്ടും. ഇനി അടുത്തൊരു സ്റ്റെപ്പ്, ഇൻക്ലൂസീവായിട്ടുള്ള ഒരു പ്രോബ്ലത്തെ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ഫ്രീക്വൻസി ടേബിളിനെ എങ്ങനെയാണ് എക്സ്ക്ലൂസീവ് ഫ്രീക്വൻസി ടേബിൾ ആക്കി മാറ്റുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള കണക്ക് ഇവിടെ നിങ്ങൾക്ക് അറിയാം, തന്നിട്ടുണ്ട്. ഇൻക്ലൂസീവിൻ്റെ കണക്ക് ഇവിടെ നോക്കാം. ഹിയർ ദ ഇൻക്ലൂസീവ് സീരീസിലുള്ള ഒരു ഇതൊക്കെ തന്നിട്ടുണ്ട്. ആ ഇൻക്ലൂസീവ് സീരീസ് ടു എക്സ്ക്ലൂസീവ് സീരീസ്, ഇൻക്ലൂസീവ് സീരീസിനെ എക്സ്ക്ലൂസീവ് സീരീസിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ്. നോക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അപ്പർ ലിമിറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ് ആൻഡ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ നെക്സ്റ്റ് ക്ലാസ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ്സുകളിലെ ഫസ്റ്റ് ക്ലാസിന്റെ അപ്പർ ലിമിറ്റും നെക്സ്റ്റ് ക്ലാസിന്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എത്രയും നോക്കുക. എത്രയാണ് ഡിഫറൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. 10 minus 9 that is equal to 1. ആ 1നെ എന്ത് ചെയ്യാം? ആ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്രയാണോ ഡിഫറൻസ് ഉള്ളത് ആ ഡിഫറൻസിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 divided by 2 you will get 0.5 അല്ലേ? 0.5 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇനി ആ 0.5 കൊണ്ട് എങ്ങനെയാണ് ഇൻക്ലൂസീവ് സീരീസിലുള്ള ഒരു പ്രോബ്ലത്തെ എക്സ്ക്ലൂസീവ് ആക്കി മാറ്റുന്നത് എന്ന് നോക്കാം. അതിന്റെ റൂൾ ഇതാണ്. അപ്പർ ലിമിറ്റിനോട് കൂടി 0.5 എത്രയാണോ ഇവിടെ ഉള്ള ആ നമ്മൾ ഡിഫറൻസിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്രയാണോ നമ്പർ കിട്ടിയത് ആ നമ്പർ കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ കണക്ക് പ്രകാരം 0.5 ആണ്. ആ 0.5 കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അപ്പർ ലിമിറ്റിനോട് കൂടി ആഡ് ചെയ്യുകയും ലോവർ ലിമിറ്റിനോട് കൂടി എന്ത് ചെയ്യുക? 0.5 കുറയ്ക്കുകയും ചെയ്യാം, ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോ ഇവിടെ തന്നിരിക്കുന്ന കണക്ക് 0 to 9 0.5 അപ്പർ ലിമിറ്റിനോട് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ 9.5. ദെൻ അടുത്ത ക്ലാസ് 10 to 19 ആണ്. ഇവിടുത്തെ ലോവർ ലിമിറ്റ് എന്താ? 10 ആണ്. ആ 10ൽ നിന്ന് 0.5 ഡിഡക്റ്റ് ചെയ്യുക. ഡിഡക്റ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 9.5 കിട്ടും. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് എന്ത് കിട്ടുന്നു? 19.5 to 19.5 9.5 to 19.5 എന്നുള്ള രീതിയിൽ കിട്ടുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ ശരിക്കും എന്താണ് 0.5 മൈനസ് ചെയ്യുകയാണെങ്കിൽ എന്താ വരിക? -0.5 ആണ് വരിക. പക്ഷെ നമ്മൾ ഒരു ക്ലാസിന്റെ സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് നമ്മൾ എന്ത് തന്നെയാണ് എടുക്കുന്നത്? 0 തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ 0 to 9.5 9.5 to 19.5 19.5 to 29.5 എന്നിങ്ങനെ ഇൻക്ലൂസീവ് സീരീസിലുള്ള ഒരു പ്രോബ്ലത്തെ നമുക്ക് എന്താക്കി മാറ്റാം? എക്സ്ക്ലൂസീവ് സീരീസിലേക്കുള്ള പ്രോബ്ലത്തിലേക്ക് മാറ്റാം. ക്ലിയർ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിന്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ആക്കി എങ്ങനെ മാറ്റാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇതിൻ്റെ തിയറട്ടിക്കൽ ഏരിയ ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു പ്രോബ്ലം കൂടി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. പ്ലീസ് ലിസൺ. സപ്പോസ് ക്ലാസ് എന്നുള്ള രീതിയിൽ ഓർ മാർക്ക് എന്നുള്ള രീതിയിൽ 0 to 10 10 to 20 20 to 30
then 30 to 40, then 40 to 50 എന്നുള്ള രീതിയിൽ എഴുതി. then അതിൻ്റെ ഫ്രീക്വൻസി എന്നുള്ള രീതിയിൽ ഫ്രീക്വൻസി 2, 3, 5, then 6, ഒരു 7 നോട്ട് ചെയ്തു. ഇനി നമ്മൾ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ നിർമ്മിക്കാൻ പോവാണ്. കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ നിർമ്മിക്കാൻ രണ്ട് തരത്തിലുള്ള കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ട്. ഏതൊക്കെയാണ്? ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ആൻഡ് മോർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ. ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ. ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ നിർമ്മിക്കുകയാണ്. ആ ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ നിർമ്മിക്കാൻ വേണ്ടി അതിനെ ക്ലാസ് എന്നുള്ള കോളവും, അപ്പോൾ ഇവിടെ ലെസ് ദാൻ ആണ് ക്ലാസ് എന്നുള്ള കോളവും ഫ്രീക്വൻസി എന്ന് പറയുന്ന കോളവും എഴുതി. ക്ലാസ് എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന ഒറിജിനൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലെ അപ്പർ ലിമിറ്റ് ആണ് ആദ്യം എഴുതേണ്ടത്. അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ് അല്ല, അപ്പർ ലിമിറ്റ് ഇവിടെ എഴുതുക. 10, 20, 30, 40, then 50 എന്ന് എഴുതുക. എഴുതിയതിന് ശേഷം ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ആയതുകൊണ്ട് ഇവിടെ എല്ലാം ലെസ് ദാൻ അല്ലെങ്കിൽ ബിലോ എന്നുള്ള കൊടുത്താൽ മതി. ബിലോ 10, ബിലോ 20, ബിലോ 30, ബിലോ 40 ഓർ ബിലോ 50 ഓർ ലെസ് ദാൻ 10, ലെസ് ദാൻ 20 എന്നുള്ള രീതിയിൽ എഴുതി. ഇനി ഫ്രീക്വൻസി ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ നിർമ്മിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഫ്രീക്വൻസിക്ക് വരുന്ന ചേഞ്ചസ് എങ്ങനെ നോക്കാം. ആ ഫ്രീക്വൻസി കുമുലേറ്റീവ് ഫ്രീക്വൻസി ആയി മാറും. കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഒറിജിനൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിന്റെ ഫ്രീക്വൻസിയെ സക്സസീവായിട്ട് ആഡ് ചെയ്ത് പോവുക. അപ്പൊ സക്സസീവായിട്ട് ആഡ് ചെയ്ത് പോകുമ്പോൾ ഫസ്റ്റ് വൺ 2 plus 3 5 plus 5 10 plus 6 16 plus 7 23. ഇനി നമ്മളെ കണക്ക് ഇത് ചെയ്തത് ശരിയാണോ എന്ന് നോക്കാൻ നമ്മൾ ഇതിന്റെ ഇവിടെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ നോക്കി നോക്കിയാൽ മതി. ടോട്ടൽ നോക്കുമ്പോൾ നോക്കാം. 6 plus 7 13, 13 plus 5 18, 18 plus 2 20, 20 plus 3 23. അപ്പോൾ ഇതേ നമ്പർ തന്നെയാണ് ഇവിടെ ലാസ്റ്റ് വന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇങ്ങനെയാണ് ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ നിർമ്മിക്കുന്നത്. ഇനി നമുക്ക് ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് മോർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എങ്ങനെ നിർമ്മിക്കാൻ നോക്കാം. മോർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ മോർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എന്ന് കൊടുക്കാം. അപ്പോൾ മോർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളിലെയും രണ്ട് ഭാഗങ്ങൾ വരുന്നു. ഒന്ന് ക്ലാസ് എന്ന് പറയുന്ന ഭാഗവും ക്ലാസ് എന്ന് പറയുന്ന ഒരു ഭാഗവും അതേപോലെ തന്നെ ഫ്രീക്വൻസി എന്ന് പറയും. ക്ലാസ് നമ്മൾ എടുക്കുമ്പോൾ നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ തന്നിരിക്കുന്ന ക്ലാസിന്റെ ഒറിജിനൽ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആണ് എടുത്തത് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ മോർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ആണ് നിർമ്മിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ലോവർ ലിമിറ്റുകൾ എടുക്കുക. ലോവർ ലിമിറ്റ് എന്താണ്? ലോവർ ലിമിറ്റ് 0, 10, 20, 30, 40 എന്ന് എഴുതാം. എന്നിട്ട് മോർ ദാൻ, അപ്പൊ ഇവിടെ മോർ ദാൻ എന്ന് എഴുതിക്കുക. മോർ ദാൻ ഹിയർ മോർ, പ്ലീസ് റൈറ്റ് ഡൗൺ മോർ ദാൻ ഓർ above 0, above 10, above 20, above 30, above 40 എന്നുള്ള രീതിയിൽ എഴുതാം. അതല്ലെങ്കിൽ മോർ ദാൻ 0, മോർ ദാൻ 10, മോർ ദാൻ 20, മോർ ദാൻ 30, മോർ ദാൻ 40 എന്നുള്ള രീതിയിൽ എഴുതാം. എന്നതിന് ശേഷം ഫ്രീക്വൻസി നമ്മൾ എഴുതുന്നത് നമുക്ക് എത്രയാണോ നേരത്തെ തന്നിരിക്കുന്ന ഫ്രീക്വൻസിയിലെ ടോട്ടൽ വന്നത്, നേരത്തെ കണക്കിൽ അല്ലെങ്കിൽ നമുക്ക് തന്നതിൻ്റെ അല്ലെങ്കിൽ കണക്കിൽ നമുക്ക് എത്ര ടോട്ടൽ വന്നതെന്നുള്ള നോക്കാം. എത്ര? 23 ആണ്. ആ 23 ആയതുകൊണ്ട് ആ 23യെ എന്ത് ചെയ്യുക? ഏറ്റവും ആദ്യം ഇവിടെ എടുത്ത് എഴുതാം. 23യെ ഏറ്റവും ആദ്യം ഇവിടെ എടുത്ത് എഴുതാം. 23നെ എടുത്ത് എഴുതിയതിന് ശേഷം നമുക്ക് ഒറിജിനൽ കണക്ക് നമ്മുടെ കയ്യിലുണ്ടാവണം.
ഒറിജിനൽ കണക്ക് അതിൻ്റെ ഫ്രീക്വൻസി ആണ് നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഒറിജിനൽ പ്രോബ്ലത്തിൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ ഫ്രീക്വൻസീസ് 2, 3, 5, 6, 7 ആണ്. അതിൽ അപ്പോൾ 23 ആണ് നമുക്ക് അതിൻ്റെ ടോട്ടൽ കിട്ടി. ആ ടോട്ടൽ ഏറ്റവും ആദ്യം മോർ ദാൻ 0 എന്നുള്ളവർക്ക് 23 എഴുതി. 23 എഴുതി കഴിഞ്ഞിട്ട് 23ൽ നിന്ന് 2 മൈനസ് ചെയ്യുക. 2 മൈനസ് ചെയ്താൽ എന്ത് വരുന്നു? 21 എന്നുള്ള രീതിയിൽ വരുന്നു. 21ൽ നിന്ന് 3 മൈനസ് ചെയ്യുക. 3 മൈനസ് ചെയ്താൽ എത്ര വരുന്നു? 18 അല്ലേ? 18ൽ നിന്ന് 5 മൈനസ് ചെയ്യുന്നു. 5 മൈനസ് ചെയ്താൽ എത്രയാ? 13. 13ന് 6 മൈനസ് ചെയ്യുന്നു. 6 മൈനസ് ചെയ്താൽ എത്ര വരിക? 7 വരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളും മോർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളും നിർമ്മിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് സീരീസിലുള്ള ഒരു ടേബിളാണ്, ഫ്രീക്വൻസി ടേബിളാണ്. ഡിസ്ക്രീറ്റ് സീരീസിലുള്ള ഫ്രീക്വൻസി ടേബിളിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഫ്രീക്വൻസി അറേ എന്ന് വിളിക്കുന്നു. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു എക്സ് ആൻഡ് എഫ് എന്നുള്ള രീതിയിൽ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്, അതേപോലെ തന്നെ നമ്പർ ഓഫ് ഫാമിലീസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്, നമ്പർ ഓഫ് ഫാമിലീസ്, അങ്ങനെ എന്നുള്ള രീതിയിൽ നമ്പർ ഓഫ് ഒരു സീരിയൽ നമ്പർ കൊടുക്കുന്നു. സപ്പോസ് ഒരു നമ്പർ കൊടുക്കുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 3, 5, 6 ആൻഡ് 8 എന്ന് പറയുന്ന നമ്പേഴ്സ് കൊടുക്കുന്നു. അതിൻ്റെ ഫ്രീക്വൻസി എന്നുള്ള രീതിയിൽ നമ്മൾ 2, 3 ദെൻ 2, 1. എന്താ ഇപ്പം ഈ 3യും 2ഉം ഒക്കെ 2 and 3 and 2, 1 ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താ? 3 എന്ന് പറയുന്ന നമ്പർ എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 2 times റിപ്പീറ്റ് ചെയ്തു എന്നതാണ് ഇതിൽ അർത്ഥമാക്കുന്നത്. ദെൻ അതേപോലെ തന്നെ 5 എന്ന് പറയുന്ന നമ്പർ 3 times റിപ്പീറ്റ് ചെയ്തു. ദെൻ 6 എന്ന് പറയുന്ന നമ്പർ 2 times റിപ്പീറ്റ് ചെയ്തു. ദെൻ 8 എന്ന് പറയുന്ന നമ്പർ 1 times റിപ്പീറ്റ് ചെയ്തു എന്നതാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഫ്രീക്വൻസി ടേബിളിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്നെ വിളിക്കുന്ന മറ്റൊരു പേര് എന്താണ്? ഫ്രീക്വൻസി അറേ എന്നും കൂടി വിളിക്കാറുണ്ട്. ഓക്കെ. ദെൻ അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ്. നമ്മൾ ഇപ്പോൾ ഇതിലൊക്കെ ഈ ഒരു കണക്കിലൊരു പ്രത്യേകത അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിൻ്റെ ഒരു പ്രത്യേകത എക്സ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ എഫ് എന്ന് പറയുന്നതും ഒരു യൂണിവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണിത്. എന്നാൽ ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആകുമ്പോൾ സപ്പോസ് രണ്ട് സബ്ജക്റ്റിൽ ദ മാർക്സ് ഓഫ് എക്കണോമിക്സ് ആൻഡ് ദ മാർക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാർക്ക് ഓഫ് അക്കൗണ്ടൻസി, രണ്ട് സബ്ജക്റ്റിൽ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ എത്ര കുട്ടികൾ ഈ മാർക്ക് നേടിയവരുണ്ട് എന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. സെയിൽസ് എത്ര, പ്രൊഡക്ഷൻ എത്ര, സെയിൽസ് എത്ര. അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് വേരിയബിൾസ് തരുമ്പോൾ ആ രണ്ട് വേരിയബിൾസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേബിളാണ് ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഇവിടെ ബോർഡിൽ തന്നിരിക്കുന്ന കണക്ക് എന്തിന് എക്സാമ്പിളാണ്? യൂണിവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ ഇതൊരു ഡിസ്ക്രീറ്റ് സീരീസിലുള്ള ഫ്രീക്വൻസി അരയ്ക്ക് എക്സാമ്പിളായിട്ട് വരുന്ന ഒരു ടേബിളാണ്. നമുക്ക് ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. Okay, my dear students, we are passed on the last part of this chapter, the problem part related to the bivariate distribution. Bivariate distribution is the distribution related to two variable. രണ്ട് വേരിയബിളിനെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നിർമ്മിക്കുന്ന ടേബിൾ ആണ് ഏതെന്ന് പറയുന്നത് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഹിയർ യു ക്യാൻ സീ ദാറ്റ് ദ മാർക്ക് ഓഫ് അക്കൗണ്ടൻസി ആൻഡ് ദ മാർക്ക് ഓഫ് എക്കണോമിക്സ് ഓഫ് 10 students. 10 വിദ്യാർത്ഥികളുടെ എക്കണോമിക്സിലും അക്കൗണ്ടൻസിയിലുള്ള മാർക്കുകൾ നൽകിയിട്ടുണ്ട്.
ഈ മാർക്കുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നിർമ്മിക്കണം നോക്കാം. അപ്പോൾ ഞാനിവിടെ ശ്രദ്ധിക്കുക, അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റ് എഴുതി തന്നിരിക്കുന്ന ഇതിലെ മാർക്കുകൾ അല്ലെ 26, 28, 26, 27, 25, 28, 27, 26, 27, 27 ഇങ്ങനെ 10 കുട്ടികളുടെ മാർക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 10 കുട്ടികളുടെ മാർക്കുകളെ ഒരു അസെൻഡിങ് ഓർഡറിലേക്ക് ഞാൻ എഴുതി 25, 26, 27, 28. ദെൻ വേറെ നമ്പേഴ്സ് ഒന്നുമില്ല, ഇത് തന്നെയാണ് എഴുതി. ദെൻ ഇവിടെ മാർക്സ് ഓഫ് എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാർക്സ് ഓഫ് എക്കണോമിക്സ് തന്നിരിക്കുന്ന മാർക്കുകളിൽ നിന്ന് അസെൻഡിങ് ഓർഡറിൽ 19, 20, 21, 22 എന്നുള്ളത് എഴുതി. ഇനി നമ്മൾ ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിർമ്മിക്കാൻ പോവുകയാണ്. അതിൽ 10 കുട്ടികളുടെ എക്കണോമിക്സിലും അക്കൗണ്ടൻസിലുള്ള മാർക്കുകളെ നമ്മൾ ഏറ്റവും ആദ്യം ഈ ഒരു 2 മാർക്കുകൾ എടുക്കുക. ഏത് 2 മാർക്കുകൾ? 26 ആൻഡ് 20 എന്ന് പറയുന്ന മാർക്കുകൾ എടുക്കുക. അപ്പോൾ 26 ഏതിലാണ്? അക്കൗണ്ടൻസി. അപ്പോൾ അക്കൗണ്ടൻസിയിൽ 26 വരുന്നത് ഈ കോളമാണ്. ദെൻ എക്കണോമിക്സിൽ 20 വരുന്നത് ഏതാന്ന് നോക്കാം. അപ്പോൾ ഇത് രണ്ടും അല്ലെങ്കിൽ 26ന്റെയും 20യുടെയും ഗ്രിഡ് ഏതിൽ വരുന്നു? ഇതിൽ വരുന്നു. അപ്പോൾ അവിടെ ഒരു ടാലി മാർക്ക് ചെയ്യുക. ഓക്കെ. ദെൻ 28 ആൻഡ് 22 അക്കൗണ്ടൻസിയുടെയും എക്കണോമിക്സിന്റെയും മാർക്കുകൾ അതാണ്. 28 ആൻഡ് 22. അപ്പൊ 28 ഇതാ, ദെൻ 22 ഇതാണ്. അപ്പൊ 28ന്റെ കോളവും 22ന്റെ കോളവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഗ്രിഡ് എവിടെയാണ്? ഇവിടെ അല്ലെ. അപ്പൊ അതില് എത്ര ഉണ്ട്? ഒരു ടാലി മാർക്ക് കൊടുക്കുക. ദെൻ 26 ആൻഡ് 21. 26 ആൻഡ് 21. 26 ആൻഡ് 21 ടാലി മാർക്ക് ചെയ്തു. ദെൻ 27, 21. 27, 21. 25 and 20. 25 and 20. Then 28 and 21. 28 and 21. 28 and 21 ഈ ഗ്രിഡിൽ വരുന്നു. Then 27, 21. 27, 21. 27 and 21 ഇതിൽ. Then 26 and 20. 26 and 20. 26ഉം 20ഉം വരുന്നത്. Then 27, 19. 27, 19. 27 അക്കൗണ്ടൻസി, then 19 മാർക്സ് ഇൻ എക്കണോമിക്സ്. അപ്പോൾ 27, 19 എന്ന് വരുന്നത് ഇതിൽ ടാലി മാർക്ക് ചെയ്യും. Then വീണ്ടും 27, 21. 27, 21 അക്കൗണ്ടൻസിയിൽ 27, then എക്കണോമിക്സിൽ 21. 27, 21 കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇപ്പൊ നമ്മൾ ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ അക്കൗണ്ടൻസിയുടെയും എക്കണോമിക്സിന്റെയും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ അടുത്ത് നമ്മൾ ചെറിയ ബ്രാക്കറ്റിൽ എഴുതാൻ പോവാണ്. ഇതിന്റെ ബ്രാക്കറ്റിൽ ഇവിടെ എത്ര ഉണ്ട്? ഇത് 1 എന്നുള്ള രീതിയിൽ കൊടുക്കണം. ഇവിടെ എത്ര ഉണ്ട്? 26 ആൻഡ് 20യുടെ വരുന്നത് 2. ഹിയർ 1. ഹിയർ ആൾസോ 1. ഹിയർ 3. ഹിയർ ആൾസോ 1. ഹിയർ 1. എന്നിട്ട് ഇതിന്റെ ടോട്ടൽസ് നമ്മൾ ഇവിടെയും ടോട്ടൽ എന്ന് എഴുതുക, ഇവിടെയും ടോട്ടൽ എന്ന് എഴുതുക. ഇതിൽ എത്ര ഉണ്ട്? 1. ഇതിലെ ടോട്ടൽ എത്ര വരുന്നു? 3. ഇവിടെ 3 + 1 4. ദെൻ ഇവിടെ 1 + 1 2. അതേപോലെ ഇവിടെ നോക്കുക. 1 2 + 1 3. 1 + 3 4. 4 + 1 5. Then here 1. എത്ര വരുന്നത് നോക്കാം. ഇവിടെ 1 + 3 4. 4 + 4 8. 8 + 2 10. ഇവിടേക്ക് വരുന്നത് നോക്കുക. 1 + 3 4. 4 + 5 9. 9 + 1 10. അപ്പോൾ ഗ്രിഡ് ഇതിലെ ലാസ്റ്റ് ടോട്ടൽ എത്ര കിട്ടി? 10 കുട്ടികളുടെ. അപ്പോൾ 10 കുട്ടികളുടെ എക്കണോമിക്സിലും അത് അക്കൗണ്ടൻസിയിലുമുള്ള മാർക്കുകളുടെ ഒരു ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ
നമ്മൾ ഓൾറെഡി യൂണിവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഭാഗമാണ് ഇതെന്ന് പറയുന്നത് ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് റിവൈസ് ചെയ്യാം. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ the first term related to this chapter, that is organization of the data. അല്ലേ, ഓർഗനൈസേഷൻ ഓഫ് ദ ഡാറ്റ എന്ന് പറയുന്നത് ദ ഡാറ്റ കളക്റ്റഡ് ഇൻ എ ഒറിജിനൽ ഫോം, ദാറ്റ് ഇസ് എ റോ ഡാറ്റ, ദാറ്റ് റോ ഡാറ്റ ഇൻ എ അൺഓർഗനൈസ്ഡ് മാനർ, ദാറ്റ് അൺഓർഗനൈസ്ഡ് മാനറിലുള്ള ഡാറ്റയെ അതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യുക, അതിൻ്റെ റിസംബ്ലൻസും പ്രത്യേകതകൾക്ക് അനുസരിച്ച് കൊണ്ട് അറേഞ്ച് ചെയ്യുന്ന മെത്തേഡാണ് ഏതെന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് ദ ഡാറ്റ. ആ ഓർഗനൈസേഷൻ ഓഫ് ദ ഡാറ്റ നടത്താനുള്ള പ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഡാറ്റ. ദെൻ നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ക്ലാസിഫിക്കേഷൻ. അത് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആൻഡ് വൺ മോർ തിങ്, ആൽഫബറ്റിക്കൽ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്, അടുത്ത ഇതിൻ്റെ ചാപ്റ്ററിൽ സമ്മറി ആയിട്ട് പറയേണ്ട ഒരു ഭാഗം, ഹൗ ക്യാൻ വി പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. എങ്ങനെയാണ് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിർമ്മിക്കുന്നത്? ആ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിർമ്മിക്കുന്നതിൻ്റെ മുൻപ് വാട്ട് ഈസ് ദ മീനിങ് റിലേറ്റഡ് ടു വേരിയബിൾ എന്താണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. വേരിയബിളിന് ശേഷം ആ വേരിയബിൾ തന്നെ ഡിസ്ക്രീറ്റ് വേരിയബിളിൻ്റെ ഡിസ്ക്രീറ്റ് വേരിയബിളിൽ ഫ്രാക്ഷൻ വാല്യൂസോ പോയിന്റ് ഇട്ടുള്ള വാല്യൂസ് ഒന്നും അതിൽ ഉൾപ്പെടുത്തില്ല. എന്താണോ തന്നിരിക്കുന്ന ആ നമ്പറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമ്പർ മാത്രമേ, അല്ലെങ്കിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് മാത്രമേ ഡിസ്ക്രീറ്റ് വേരിയബിളിലുള്ളൂ. കണ്ടിന്യൂസ് വേരിയബിളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രാക്ഷൻ വാല്യൂസും റേഷണൽ വാല്യൂസും ഏത് വാല്യൂസും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിൽ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസിൽ പറയുന്നുണ്ട്. ഇൻഡിവിജ്വൽ സീരീസ് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് അടയാളപ്പെടുത്താം. ഇന്ന് സീരിയൽ നമ്പറിൻ്റെ രീതിയിലും അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡറിലും നമുക്ക് കൊടുക്കാം. ദെൻ അടുത്ത ഡിസ്ക്രീറ്റ് സീരീസ് ആണ്, ഓർ ഡിസ്ക്രീറ്റ് വേരിയബിൾ. ഡിസ്ക്രീറ്റ് സീരീസിലാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസിലുള്ള ഡാറ്റയെ വിളിക്കുന്ന മറ്റൊരു ടേബിളിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഫ്രീക്വൻസി അറേ എന്നുള്ള രീതിയിൽ വിളിക്കുന്നുണ്ട്. അതിൽ ഫ്രീക്വൻസി ഡിസ്ക്രീറ്റ് വേരിയബിളിൽ മനസ്സിലാക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു ഭാഗം നമ്പർ ഓഫ് എന്ന് പറയുന്നത് അതിലുണ്ടായിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് എന്ന് പറയുന്ന ഒരു ടേമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് എന്തിനുള്ള സീരീസാണെന്ന് മനസ്സിലാക്കണം, ഡിസ്ക്രീറ്റ് സീരീസിലുള്ള പ്രോബ്ലമാണെന്ന് മനസ്സിലാക്കണം. ദെൻ ഫ്രീക്വൻസി കണ്ടിന്യൂസ് സീരീസ് വരുമ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിർമ്മിക്കേണ്ട പ്രോസസ്സാണ്. അതിൽ ഹൗ ക്യാൻ വി, അല്ലേ, നമ്മൾ പഠിച്ചത് ഹൗ ക്യാൻ വി പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അതിൽ ക്ലാസ് ഉണ്ടായിരിക്കണം, ക്ലാസ് ഇൻ്റർവെൽ ഉണ്ടായിരിക്കണം, ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ്, മിഡ് പോയിൻ്റ് ഓഫ് ദ ക്ലാസ്, അതിൻ്റെ ഫ്രീക്വൻസി, പിന്നെ ഓരോ പ്രൊസീജിയറും നമ്മൾ അത് ഉപയോഗിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിച്ചു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലെ ഇൻക്ലൂസീവ് സീരീസിലുള്ള ടേബിളും എക്സ്ക്ലൂസീവ് സീരീസിലുള്ള ടേബിളും. ദെൻ ഇൻക്ലൂസീവ് സീരീസിലുള്ള ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിനെ എക്സ്ക്ലൂസീവ് സീരീസിൻ്റെ ടേബിളിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ള ഭാഗവും നമ്മൾ നോക്കി. Then we are also find out how can we prepare the cumulative frequency table, less than cumulative frequency table and more than cumulative frequency table. Then finally we discuss the topic bivariate distribution. ആ ബൈവേരിയറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിളും എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള ഭാഗവും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ചാപ്റ്റർ വളരെ ഈസിയാണ്. അപ്പോൾ ഞാൻ അസൈൻമെൻ്റായിട്ടും അതേപോലെ തന്നെ എക്സാമിന് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് തരും. അതെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ട് നോട്ട് എനിക്ക് അയച്ചു തരിക. അതേപോലെ തന്നെ പ്രോബ്ലം ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് അയച്ചു തരിക. എല്ലാവർക്കും ഈ ക്ലാസ് നന്നായിട്ട് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വരാം. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.